മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി. ദുരവസ്ഥ. 1921 മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി മഹാകവി കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ. ജാതിവ്യവസ്ഥയ്ക്കും സാമൂഹിക അസമത്വങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ സന്ദേശമാണ് ഈ കൃതി നൽകുന്നത്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹമുണ്ടാകുന്നത്? ആഗ്നേയഗ്രന്ഥി. ശരീരത്തിലെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ആഗ്നേയഗ്രന്ഥിയുടെ പാൻക്രിയസ് പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം, ഡയബീറ്റീസ് മെലിറ്റസ് ഉണ്ടാകുന്നത്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. വാതം ബാധിക്കുന്ന ശരീരഭാഗം. സന്ധികൾ. വാതം, റൂമറ്റിസം എന്നത് സന്ധികൾ, പേശികൾ, അസ്ഥികൾ എന്നിവയെ ബാധിക്കുന്ന ഒരു കൂട്ടം രോഗങ്ങളെയാണ് പൊതുവെ സൂചിപ്പിക്കുന്നത്. സന്ധികളിൽ വേദനയും വീക്കവുമാണ് പ്രധാന ലക്ഷണം. ആദ്യത്തെ മലയാള പത്രം. രാജ്യസമാചാരം. ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് 1847 ആരംഭിച്ച രാജ്യസമാചാരം ആണ് ആദ്യത്തെ മലയാള പത്രം. കേരളത്തിൽ പത്രപ്രവർത്തനത്തിന് ഇത് തുടക്കമിട്ടു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? USA. അമേരിക്കൻ ഐക്യനാടുകളിലെ ന്യൂയോർക്ക് തുറമുഖത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസ് അമേരിക്കയ്ക്ക് സമ്മാനിച്ചതാണ്. സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രതീകമാണിത്. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം. 1858. 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം 1858 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം വഴി ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയും ഇന്ത്യയെ നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലാക്കുകയും ചെയ്തു. ശകവർഷത്തിലെ ആദ്യ മാസം. ചൈത്രം. ശകവർഷം ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറുകളിലൊന്നാണ്. ഇതിലെ ആദ്യ മാസം ചൈത്രമാണ്. ഇത് ഗ്രിഗോറിയൻ കലണ്ടറിൽ മാർച്ച് 22 അല്ലെങ്കിൽ 21 ആരംഭിക്കുന്നു. ഇൻസുലിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഡയബറ്റിസ് മെലിറ്റസ്, പ്രമേഹം. ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനത്തിലെ കുറവോ ശരീരത്തിന്റെ ഇൻസുലിൻ ഉപയോഗിക്കാനുള്ള കഴിവില്ലായ്മയോ കാരണമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. തോമസ് കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പുരുഷന്മാരുടെ ടീം ബാഡ്മിന്റൺ മത്സരത്തിലെ ലോക ചാമ്പ്യൻഷിപ്പാണ് തോമസ് കപ്പ്. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം. മെറ്റീരിയോളജി. അന്തരീക്ഷം, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, കാലാവസ്ഥാ പ്രവചനം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മെറ്റീരിയോളജി. വാക്കുകളുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ചുള്ള പഠനം. എറ്റിമോളജി. വാക്കുകളുടെ ഉത്ഭവം, അവയുടെ ചരിത്രപരമായ വികാസം, അവയുടെ അർത്ഥങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭാഷാശാസ്ത്ര ശാഖയാണ് എറ്റിമോളജി. മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി. ഹമ്മിങ് പക്ഷി. വളരെ ചെറിയ ഈ പക്ഷികൾക്ക് അതിവേഗം ചിറകുകൾ ചലിപ്പിച്ച് മുന്നോട്ടും പിന്നോട്ടും ഒരു സ്ഥലത്ത് തന്നെ പറന്നു നിൽക്കാനും കഴിയും. പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാനാണ് ഈ കഴിവ് അവയെ സഹായിക്കുന്നത്. സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം വ്യവസ്ഥ ചെയ്യുന്ന ഏക രാജ്യം. ഇസ്രായേൽ. ഇസ്രായേലിൽ സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം നിയമപരമാണ്. രാജ്യത്തിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇത് ഒരു പ്രധാന ഘടകമാണ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡാണ് ഡ്രൈ ഐസ്. ഇത് സാധാരണ താപനിലയിൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. സബ്ലിമേഷൻ. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥ? സലിം അലി. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ സലിം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം, ദ ഫോൾ ഓഫ് എ സ്പാരോ. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പക്ഷിനിരീക്ഷണത്തിലെ സംഭാവനകളെയും ഇത് വിവരിക്കുന്നു. ബിഗ് ബെൻ ക്ലോക്ക് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? ലണ്ടൻ. ലണ്ടനിലെ ഹൗസ് ഓഫ് പാർലമെന്റ് കെട്ടിടത്തിന്റെ ഭാഗമായ ഒരു വലിയ ഘടികാര ഗോപുരമാണ് ബിഗ് ബെൻ. ലണ്ടന്റെ ഒരു പ്രധാന പ്രതീകമാണിത്.
അറോവിൽ എവിടെയാണ്? പുതുച്ചേരി. പുതുച്ചേരിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പരീക്ഷണാത്മക പട്ടണമാണ് അറോവിൽ. മാനുഷിക ഐക്യത്തിന്റെയും സുസ്ഥിര ജീവിതത്തിന്റെയും തത്വങ്ങളിൽ അധിഷ്ഠിതമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്രെംലിൻ എവിടെയാണ്? മോസ്കോ. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായ ഒരു കോട്ടയാണ് ക്രെംലിൻ. റഷ്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ആസ്ഥാനം കൂടിയാണിത്. അസ്വാൻ ഡാം ഏത് രാജ്യത്ത്? ഈജിപ്ത്. ഈജിപ്തിലെ നൈൽ നദിക്ക് കുറുകെ നിർമ്മിച്ച വലിയ അണക്കെട്ടാണ് അസ്വാൻ ഹൈ ഡാം. ഇത് ജലസേചനം, വൈദ്യുതി ഉത്പാദനം, നൈൽ നദിയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ജെറ്റ് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ കമാൻഡർ? സൗദാമിനി ദേശ്മുഖ്. ജെറ്റ് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ കമാൻഡറാണ് സൗദാമിനി ദേശ്മുഖ്. ഇന്ത്യൻ വ്യോമസേനയിലെ വനിതകളുടെ നേട്ടങ്ങളിൽ ഇത് ഒരു പ്രധാന നാഴികക്കല്ലാണ്. ബോർലോഗ് അവാർഡ് ഏതു മേഖലയിൽ നൽകുന്നു? കൃഷി. കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കും വികസനത്തിനും നൽകുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര പുരസ്കാരമാണ് ബോർലോഗ് അവാർഡ്. നോർമൻ ബോർലോഗിന്റെ പേരിലാണ് ഇത് നൽകുന്നത്. ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തി? അക്ബർ. മുഗൾ ചക്രവർത്തിയായ അക്ബർ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ആസൂത്രിത നഗരമാണ് ഫത്തേപൂർ സിക്രി. ഇത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഹ്രസ്വകാല തലസ്ഥാനമായിരുന്നു. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിനയവും സത്യസന്ധയും സമാധാനപരമായ നയങ്ങളും ഈ പേരിന് കാരണമായി. ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം? മെർക്കുറി. മെർക്കുറിയും രസം മറ്റൊരു ലോഹവും ചേർന്നുണ്ടാകുന്ന സങ്കരമാണ് അമാൽഗം. ദന്തചികിത്സയിലും ചില വ്യാവസായിക ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നു. ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ? സബ്ലിമേഷൻ. ഉൽപ്പതനം. ഒരു പദാർത്ഥം ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ. ഉദാഹരണത്തിന് ഡ്രൈ ഐസ്, കര കാർബൺ ഡയോക്സൈഡ് ഈ പ്രതിഭാസം കാണിക്കുന്നു. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രാക്കോമ? കണ്ണ്. ട്രാക്കോമ എന്നത് ക്ലമിഡിയ ട്രാക്കോമാറ്റിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു നേത്രരോഗമാണ്. ഇത് അന്ധതയിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു പകർച്ചവ്യാധിയാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വൈവിധ്യമാർന്ന വന്യജീവി സമ്പത്തിനും ഇത് പേരുകേട്ടതാണ്. തട്ടേക്കാട് ഏത് നിലയിൽ പ്രസിദ്ധം? പക്ഷി സങ്കേതം. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ സലിം അലി സ്ഥാപിച്ചതാണ്. നിരവധി ദേശാന്തര പക്ഷികളുടെ ആവാസ കേന്ദ്രമാണിത്. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം? 1961. കായികരംഗത്തെ മികച്ച പ്രകടനങ്ങൾ അംഗീകരിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ 1961-ൽ അർജുന അവാർഡ് ഏർപ്പെടുത്തി. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരങ്ങളിലൊന്നാണ്. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം? തുർക്കി. 17-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ കാലഘട്ടത്തിൽ അതിനെ യൂറോപ്പിലെ രോഗി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. സാമ്പത്തികവും രാഷ്ട്രീയവുമായ ദുർബലത കാരണമായിരുന്നു ഈ പ്രയോഗം. വിദൂര സൗന്ദര്യത്തിന്റെ നഗരം? വാഷിംഗ്ടൺ DC. അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യെ അതിന്റെ മനോഹരമായ വാസ്തുവിദ്യയും ലാൻഡ്സ്കേപ്പുകളും കാരണം വിദൂര സൗന്ദര്യത്തിന്റെ നഗരം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ? സരോജിനി നായിഡു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും കവയിത്രിയുമായിരുന്ന സരോജിനി നായിഡു ഉത്തർപ്രദേശിന്റെ ആദ്യ വനിതാ ഗവർണറായിരുന്നു. 1947 മുതൽ 1949 വരെ അവർ ഈ പദവി വഹിച്ചു.
പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ജോൺ ഗുട്ടൻബർഗ്. 1440-കളിൽ ജർമ്മൻ കണ്ടുപിടുത്തക്കാരനായ ജോൺ ഗുട്ടൻബർഗ് ആധുനിക പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു. വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസത്തിനും ഇത് ഒരു വിപ്ലവകരമായ മാറ്റം വരുത്തി. ലോകത്തിലെ ഏറ്റവും ചെറിയ കരബന്ധിത രാജ്യം വത്തിക്കാൻ. ഇറ്റലിയാൽ ചുറ്റപ്പെട്ട വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യമാണ്. ഇത് റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം കൂടിയാണ്. ഡയബറ്റിക്സ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഹോർമോണാണ് ഇൻസുലിൻ. പ്രമേഹമുള്ളവരിൽ ഇൻസുലിൻ കുത്തിവയ്പ്പുകളോ മരുന്നുകളോ ഉപയോഗിച്ച് ഇത് നിയന്ത്രിക്കുന്നു. ഋഗ്വേദകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ഇന്ദ്രൻ. ഋഗ്വേദകാലഘട്ടത്തിൽ ഇന്ദ്രൻ പ്രധാനപ്പെട്ട ദേവന്മാരിൽ ഒരാളായിരുന്നു. ഇദ്ദേഹം യുദ്ധം, ഇടിമിന്നൽ, മഴ എന്നിവയുടെ ദേവനായി ആരാധിക്കപ്പെട്ടു. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ. 1956-ൽ സ്ഥാപിതമായ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരിലാണ്. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ഉന്നമനത്തിനായി ഇത് പ്രവർത്തിക്കുന്നു. കുദ്രേമുഖ് അയൺ ഓർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകം. കർണാടകയിലെ ചിക്കമകളൂരു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുദ്രേമുഖ് ഒരു പ്രധാന ഇരുമ്പയിര് ഖനന പ്രദേശമായിരുന്നു. ഖനനത്തിന് ശേഷം ഇത് ഇപ്പോൾ സംരക്ഷിത വനമേഖലയാണ്. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപം? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ തനതായ ശാസ്ത്രീയ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. നാട്യശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇത് നാടകം, നൃത്തം, സംഗീതം എന്നിവയുടെ ഒരു സങ്കലനമാണ്. ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം വജ്രം. പ്രകൃതിദത്തമായി ലഭിക്കുന്ന പദാർത്ഥങ്ങളിൽ ഏറ്റവും കാഠിന്യമുള്ളത് വജ്രമാണ്. കാർബൺ ആറ്റങ്ങൾ പ്രത്യേക രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഇതിന് കാരണം. ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹോഫ്മാൻ. 1897-ൽ ഫെലിക്സ് ഹോഫ്മാൻ സാലിസിലിക് ആസിഡിൽ നിന്ന് അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ആസ്പിരിൻ, വേർതിരിച്ചെടുത്തു. ഇത് വേദനസംഹാരിയും ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുമായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം.എസ്. സ്വാമിനാഥൻ. പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനായ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾ വികസിപ്പിച്ച് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടത് സർദാർ പട്ടേൽ. ഇന്ത്യയുടെ ഏകീകരണത്തിൽ വഹിച്ച പങ്കിന്റെ പേരിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഹിറ്റ്ലർ ഫ്യൂറർ, സർവാധികാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം 1934. ജർമ്മനിയുടെ പ്രസിഡന്റ് ഹിൻഡൻബർഗ് മരിച്ചതിനുശേഷം 1934 ഓഗസ്റ്റ് 2-ന് അഡോൾഫ് ഹിറ്റ്ലർ ചാൻസലർ പദവിയുമായി പ്രസിഡന്റ് പദവി സംയോജിപ്പിച്ച് ഫ്യൂറർ എന്ന തലവനായി സ്വയം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഗോഖലെയുടെ മോഡറേറ്റ് രാഷ്ട്രീയ സമീപനങ്ങളും സേവന മനോഭാവവും ഗാന്ധിജിയെ സ്വാധീനിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. ഇത് യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ചുകിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെ ഒഴുകുന്ന നൈൽ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഈജിപ്ഷ്യൻ നാഗരികതയുടെ വളർച്ചയ്ക്ക് ഇത് നിർണായക പങ്ക് വഹിച്ചു. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് HMT എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്നു. മെഷീൻ ടൂളുകളുടെ നിർമ്മാണത്തിൽ അവർ പ്രധാന പങ്ക് വഹിക്കുന്നു. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം 1863.
1863-ൽ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ പുറപ്പെടുവിച്ച വിമോചന പ്രഖ്യാപനത്തിലൂടെയാണ് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത്. ഇത് ആഭ്യന്തരയുദ്ധത്തിന്റെ ഗതി മാറ്റിയെഴുതി. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. 1945 ഒക്ടോബർ 24-നാണ് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പ്രാബല്യത്തിൽ വന്നതും സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതും. ലോകസമാധാനവും സഹകരണവും ലക്ഷ്യമിട്ടാണ് ഇത് രൂപീകരിച്ചത്. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം ലക്ഷ്യത്തിലെത്തിയ വർഷം 1982. 1981 മുതൽ 82 വരെ കാലയളവിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പര്യടന സംഘം യാത്ര തിരിച്ചത്. ഇത് വിജയകരമായി ലക്ഷ്യത്തിലെത്തി. ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണത്തിന് ഇത് ഒരു വലിയ മുന്നേറ്റമായിരുന്നു. ഗോൾഡ് കോസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഗാന. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗാനയെ ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് ഗോൾഡ് കോസ്റ്റ് എന്ന് വിളിച്ചിരുന്നു. പ്രദേശത്തെ സ്വർണ്ണശേഖരം കാരണമായിരുന്നു ഈ പേര്. ട്രാക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ്? കണ്ണ്. ട്രാക്കോമ എന്നത് ക്ലമിഡിയ ട്രാക്കോമാറ്റിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു നേത്രരോഗമാണ്. ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഇത് അന്ധതയിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിൽ ഇത് ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഒരു രാജ്യവും ഒരു ഭൂഖണ്ഡവും ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരേയൊരു പ്രദേശമാണിത്. ഇന്ത്യയിൽ സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഖനനം നടക്കുന്ന സംസ്ഥാനം കർണാടകമാണ്. കോലാർ ഗോൾഡ് ഫീൽഡ്സ് ഇതിന് ഉദാഹരണമാണ്. ആരുടെ കൃതിയാണ് കണ്ണുനീർത്തുമ്പി? നാലപ്പാട്ട് നാരായണമേനോൻ. മലയാളത്തിലെ പ്രശസ്ത കവിയായ നാലപ്പാട്ട് നാരായണമേനോൻ രചിച്ച വിലാപകാവ്യമാണ് കണ്ണുനീർത്തുമ്പി. ഭാര്യയുടെ മരണത്തിൽ വിലപിക്കുന്ന കവിയുടെ ദുഃഖമാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർകോട്. കേരള സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർകോട്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളും സാംസ്കാരിക വൈവിധ്യവും ഈ ജില്ലയുടെ പ്രത്യേകതയാണ്. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ച അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. ഇത് ജലസേചനത്തിനും വിനോദസഞ്ചാരത്തിനും പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. 1963-ൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ പ്രഖ്യാപിച്ചു. അതിന്റെ സൗന്ദര്യവും ആകർഷകമായ രൂപവും കാരണം ഇന്ത്യൻ സംസ്കാരത്തിൽ ഇതിന് പ്രത്യേക സ്ഥാനമുണ്ട്. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്തിന്റെ രൂപാന്തരീകരണമാണ്? രോമം. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് യഥാർത്ഥത്തിൽ അസ്ഥിയല്ല, മറിച്ച് കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ച കട്ടിയാക്കിയ രോമങ്ങളുടെ കൂട്ടമാണ്. മനുഷ്യന്റെ നഖവും രോമവും ഉണ്ടാക്കിയിരിക്കുന്നതും കെരാറ്റിൻ ഉപയോഗിച്ചാണ്. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ. ഇന്ത്യയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ പൂനെ നഗരത്തെ അവിടുത്തെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാരണം കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ശിവജിയുടെ വാൾ ഭവാനി. മറാഠ സാമ്രാജ്യ സ്ഥാപകൻ ഛത്രപതി ശിവജിക്ക് ഭവാനി എന്ന പേരിൽ ഒരു വാൾ ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ശക്തിയുടെയും ധീരയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായ ഏക വ്യക്തി എൽ.കെ. അദ്വാനി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാവായ എൽ.കെ. അദ്വാനി ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പൈറോലുസൈറ്റ് എന്തിന്റെ അയിരാണ്? മാംഗനീസ്. മാംഗനീസിന്റെ പ്രധാനപ്പെട്ട ഒരു അയിരാണ് പൈറോലുസൈറ്റ്. ഉരുക്ക് നിർമ്മാണം, ബാറ്ററി വ്യവസായം തുടങ്ങിയ മേഖലകളിൽ മാംഗനീസ് ഉപയോഗിക്കുന്നു. ക്ലോണിംഗിലൂടെ പിറന്ന ആദ്യത്തെ എരുമക്കുട്ടി സംരൂപ. 2009-ൽ ഇന്ത്യയിലെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ NDRI ക്ലോണിംഗിലൂടെ പിറന്ന ആദ്യത്തെ എരുമക്കുട്ടിയാണ് സംരൂപ.
മൃഗസംരക്ഷണ രംഗത്തെ ഒരു പ്രധാന മുന്നേറ്റമായിരുന്നു ഇത്. കബൺ പാർക്ക് എവിടെയാണ്? ബാംഗ്ലൂർ. കർണാടകയിലെ ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ നഗരോദ്യാനമാണ് കബൺ പാർക്ക്. നഗരവാസികൾക്ക് വിശ്രമിക്കാനും പ്രകൃതി ആസ്വദിക്കാനുമുള്ള ഒരു പ്രധാന ഇടമാണിത്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം? കിള്ളിക്കുറിശ്ശിമംഗലം. മലയാളത്തിലെ പ്രമുഖ കവിയും ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവുമായ കുഞ്ചൻ നമ്പ്യാർ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ്ശിമംഗലത്താണ് ജനിച്ചത്. കുന്നല എഴുതപ്പെട്ട വർഷം? 1887. അപ്പു നെടുങ്ങാടി രചിച്ച കുന്നല മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി കണക്കാക്കപ്പെടുന്നു. ഇത് 1887 പ്രസിദ്ധീകരിച്ചു. കുന്നലക്കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന രാജാവ്? കോഴിക്കോട് രാജാവ്. കോഴിക്കോട് സാമൂതിരിമാർക്ക് ചരിത്രപരമായി കുന്നലക്കോനാതിരി എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നു. ഇത് കോഴിക്കോടിന്റെ പ്രാദേശിക ഭരണത്തിലും രാഷ്ട്രീയത്തിലും അവരുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്? ജസ്റ്റിസ് സുജാത മനോഹർ. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സുജാത മനോഹർ ആയിരുന്നു. പിന്നീട് അവർ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തപ്പെട്ടു. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം? 1973. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രമുഖ ഫുട്ബോൾ ടൂർണമെന്റായ സന്തോഷ് ട്രോഫി കേരളം ആദ്യമായി നേടിയത് 1973 കൊച്ചിയിൽ നടന്ന ഫൈനലിൽ റെയിൽവേസിനെയാണ് പരാജയപ്പെടുത്തിയത്. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 89. ജലത്തിന്റെ തന്മാത്ര H2O 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നതാണ്. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 89% ഓക്സിജനും 11% ഹൈഡ്രജനുമാണ് ജലത്തിൽ അടങ്ങിയിരിക്കുന്നത്. ജിന്നയുടെ ശവകുടീരം എവിടെയാണ്? കറാച്ചി. പാകിസ്ഥാന്റെ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നയുടെ ശവകുടീരം പാകിസ്ഥാനിലെ കറാച്ചി നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പാകിസ്ഥാനിലെ ഒരു പ്രധാന ദേശീയ സ്മാരകമാണ്. കുമ്മായത്തിന്റെ രാസനാമം? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaO2 ആണ് കുമ്മായത്തിന്റെ രാസനാമം. നിർമ്മാണ പ്രവർത്തനങ്ങളിലും കൃഷിയിലും ജലശുദ്ധീകരണത്തിലും ഇത് ഉപയോഗിക്കുന്നു. കൂട് നിർമ്മിക്കുന്ന ഏക പാമ്പ്? രാജവെമ്പാല. ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പുകളിൽ ഒന്നായ രാജവെമ്പാലയാണ് കൂട് നിർമ്മിച്ച് മുട്ടയിടുന്ന ഏക പാമ്പ്. മുട്ടകൾക്ക് കാവലിരിക്കുകയും കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൂടുതൽ അളവിൽ എത്തനോൾ കഴിച്ചാൽ കേടുവരുന്ന അവയവം? വൃക്ക. കൂടുതൽ അളവിൽ എത്തനോൾ മദ്യം കഴിക്കുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. കരളിനാണ് പ്രധാനമായും കേടുപാടുകൾ സംഭവിക്കുന്നതെങ്കിലും വൃക്കകൾക്കും കാര്യമായ തകരാറുകൾ സംഭവിക്കാം. കടൽജലത്തിൽ അലിഞ്ഞുചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത്? ക്ലോറിൻ. കടൽജലത്തിൽ ഏറ്റവും കൂടുതൽ അലിഞ്ഞുചേർന്നിട്ടുള്ള അയോൺ ക്ലോറൈഡ് ആണ്. ഇത് സോഡിയം ക്ലോറൈഡ് സാധാരണ ഉപ്പ് രൂപത്തിൽ കാണപ്പെടുന്നു. കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര്? ത്രിഫല. ആയുർവേദത്തിലെ ഒരു പ്രധാന ഔഷധക്കൂട്ടാണ് ത്രിഫല. കടുക്ക, താന്നിക്ക, നെല്ലിക്ക എന്നിവയുടെ തുല്യ അളവിലുള്ള മിശ്രിതമാണിത്. ദഹനത്തിനും രോഗപ്രതിരോധശേഷിക്കും ഇത് ഉപയോഗിക്കുന്നു. ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. 1987 ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഷ്തൂൺ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ അഹിംസാത്മക സമരങ്ങളിൽ പങ്കാളിയായിരുന്നു. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത ആര്? ബാലാമണിയമ്മ. പ്രമുഖ മലയാള കവയിത്രി ബാലാമണിയമ്മക്കാണ് 1995 നിവേദ്യം എന്ന കൃതിക്ക് ആദ്യമായി സരസ്വതി സമ്മാനം ലഭിച്ച മലയാളി വനിത. സാഹിത്യരംഗത്തെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പുരസ്കാരമാണിത്. ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്?
ഇന്ദിരാഗാന്ധി. ഗരീബി ഹഠാവോ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി 1971-ലെ പൊതു തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയ ഒന്നാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള പരിപാടികളിലൂടെ സാമൂഹിക നീതി ഉറപ്പാക്കാൻ ഈ മുദ്രാവാക്യം പ്രചോദനമായി. ഗരുഡ ഏത് രാജ്യത്തിന്റെ എയർലൈൻസ് ആണ്? ഇന്തോനേഷ്യ. ഗരുഡ ഇന്തോനേഷ്യ എന്നത് ഇന്തോനേഷ്യയുടെ ദേശീയ വിമാനക്കമ്പനിയാണ്. ഹിന്ദു പുരാണത്തിലെ ഒരു ദേവനായ ഗരുഡന്റെ പേരാണ് ഈ എയർലൈൻസിന് നൽകിയിരിക്കുന്നത്. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിനു മുമ്പ് ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. 1972-ൽ പ്രോജക്ട് ടൈഗർ ആരംഭിക്കുന്നതുവരെ സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. കടുവകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. കമ്പ്യൂട്ടർ എന്ന വാക്കിന്റെ ഉത്ഭവം ഏതു ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. കമ്പ്യൂട്ടർ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിലെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറെ എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. കണക്കുകൂട്ടുക അഥവാ ഗണിക്കുക എന്നാണ് ഈ വാക്കിനർത്ഥം. ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ആര്? ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തത്തിലൂടെ ജീവശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന്റെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം ജീവിവർഗങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകി. അതിനാലാണ് അദ്ദേഹത്തെ ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ചോക്കിന്റെ രാസനാമമെന്ത്? കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് CaCO3 ആണ് ചോക്കിന്റെ രാസനാമം. ഇത് ധാരാളമായി കാണപ്പെടുന്ന ഒരു ധാതുവാണ്. കൂടാതെ മുട്ടത്തൊണ്ട്, കടൽജീവികളുടെ പുറന്തോടുകൾ എന്നിവയിലും ഇത് അടങ്ങിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് ആര്? അലൻ ട്യൂറിംഗ്. ആധുനിക കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് അലൻ ട്യൂറിംഗിനെയാണ്. അൽഗോരിതം, കമ്പ്യൂട്ടേഷൻ എന്നിവയുടെ അടിസ്ഥാന ആശയങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചു. ട്യൂറിംഗ് മെഷീൻ എന്ന ആശയം ആധുനിക കമ്പ്യൂട്ടർ രൂപകൽപ്പനയ്ക്ക് അടിത്തറയിട്ടു. കണ്വവംശത്തിലെ അവസാനത്തെ രാജാവ് ആര്? സുശർമൻ. കണ്വ രാജവംശം BC 75 മുതൽ BC 30 വരെ മഗധ ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ്. സുശർമനാണ് ഈ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബാല ഏത് രാജ്യത്താണ്? ഇറാഖ്. ഇറാഖിലെ കർബാല ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ്. ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഈ നഗരം ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? അലി സഹോദരന്മാർ. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം തുർക്കി ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യയിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. മൗലാന മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും ഉൾപ്പെടുന്ന അലി സഹോദരന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം ഏത്? കേപ്പ് ടൗൺ. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനടുത്തുള്ള സ്ഥാനം കാരണം സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്നു. യൂറോപ്പിൽ നിന്ന് കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള കപ്പൽ യാത്രകളിൽ നാവികർക്ക് വിശ്രമിക്കാനുള്ള ഒരു പ്രധാന ഇടമായിരുന്നു ഇത്. സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്ന പേരെന്ത്? മങ്ങാട്ടച്ചൻ. കോഴിക്കോട് സാമൂതിരിമാരുടെ പ്രധാനമന്ത്രി മങ്ങാട്ടച്ചൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജ്യകാര്യങ്ങളിലും സൈനിക വിഷയങ്ങളിലും സാമൂതിരിക്ക് അദ്ദേഹം പ്രധാന ഉപദേശകനായിരുന്നു. ഭരണഘടനയുടെ 1-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടിക ഏത്? 9-ാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം ഭേദഗതി 1951-ൽ നടപ്പിലാക്കിയത് 9-ാം പട്ടിക കൂട്ടിച്ചേർക്കാനാണ്. ഭൂമി പരിഷ്കരണ നിയമങ്ങളെയും മറ്റു ചില നിയമങ്ങളെയും കോടതിയുടെ പുനഃപരിശോധനയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിരുന്നു ഇത്. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേരെന്ത്? മാർഗരറ്റ് എലിസബത്ത് നോബിൾ. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്ന സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നാണ്. ഇന്ത്യൻ ദേശീയതയ്ക്കും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി ഏത്? രാജീവ് ഗാന്ധി ഖേൽ രത്ന. ഇന്ത്യയിലെ കായിക രംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം.
കായിക താരങ്ങളുടെ 4 വർഷത്തെ മികച്ച പ്രകടനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നൽകുന്നത്. 2021 മുതൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്ന് പുനർനാമകരണം ചെയ്തു. യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പവിത്ര നഗരം ഏത്? ജെറുസലേം. യഹൂദ, ക്രൈസ്തവ, ഇസ്ലാം മതവിശ്വാസികൾക്ക് ഒരുപോലെ പവിത്രമായ നഗരമാണ് ജെറുസലേം. ഈ 3 മതങ്ങളിലെയും പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ചരിത്രപരമായ സ്ഥലങ്ങളും ഈ നഗരത്തിലുണ്ട്. ഫ്രാൻസിലെ ആദ്യ റിപ്പബ്ലിക് സ്ഥാപിതമായ വർഷം ഏത്? 1792. 1792 സെപ്റ്റംബർ 21-നാണ് ഫ്രാൻസിലെ ആദ്യ റിപ്പബ്ലിക് സ്ഥാപിതമായത്. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇത് നിലവിൽ വന്നത്. ഗൂർഖകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണ്? നേപ്പാൾ. ഗൂർഖകൾ പ്രധാനമായും നേപ്പാളിൽ നിന്നുള്ള മലയോര വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ ധീരയ്ക്കും സൈനിക മികവിനും പേരുകേട്ടവരാണിവർ. ബ്രിട്ടീഷ്, ഇന്ത്യൻ സൈന്യങ്ങളിൽ ഇവർക്ക് പ്രത്യേക റെജിമെന്റുകളുണ്ട്. ഗുപ്തവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നം എന്തായിരുന്നു? ഗരുഡൻ. ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ഗരുഡനായിരുന്നു. ഹിന്ദു പുരാണത്തിലെ വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ ശക്തിയുടെയും രാജകീയത്വത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ടെൻസിംഗ് നോർഗയുടെ ആത്മകഥ ഏത്? ടൈഗർ ഓഫ് സ്നോസ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ വ്യക്തികളിൽ ഒരാളായ ടെൻസിംഗ് നോർഗയുടെ ആത്മകഥയാണ് ടൈഗർ ഓഫ് സ്നോസ്. പർവ്വതാരോഹണ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെയാകാം? 60. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു സംസ്ഥാന നിയമസഭയിൽ കുറഞ്ഞത് 60 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ചില ചെറിയ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ നിയമത്തിൽ ഇളവുകളുണ്ട്. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആര്? പിക്കാസോ. സ്പാനിഷ് ആഭ്യന്തരയുദ്ധത്തിലെ ഗൂർണിക്കയിലെ ബോംബാക്രമണത്തിന്റെ ഭീകരത വരച്ചുകാട്ടുന്ന പിക്കാസോയുടെ പ്രശസ്തമായ എണ്ണച്ചായ ചിത്രമാണ് ഗൂർണിക്ക. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ യുദ്ധവിരുദ്ധ ചിത്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ ആര്? ഫെർഡിനാൻഡ് ഡി ലെസെപ്സ്. ഈജിപ്തിലൂടെയുള്ള സൂയസ് കനാൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ഫ്രഞ്ച് നയതന്ത്രജ്ഞനും എഞ്ചിനീയറുമായ ഫെർഡിനാൻഡ് ഡി ലെസെപ്സ് ആണ്. 1869-ൽ കനാൽ തുറന്നതോടെ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള സമുദ്രയാത്രയുടെ ദൂരം ഗണ്യമായി കുറഞ്ഞു. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ. ഇന്ത്യൻ റെയിൽവേയുടെ 18 സോണുകളിൽ ഒന്നായ സതേൺ റെയിൽവേയുടെ ആസ്ഥാനം തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിലാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന റെയിൽവേ ശൃംഖലയാണിത്. സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേരെന്ത്? നമീബിയ. ദക്ഷിണ പശ്ചിമ ആഫ്രിക്ക എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം 1990-ൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി നമീബിയ എന്ന പേര് സ്വീകരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലായിരുന്ന ഈ പ്രദേശം ഒരു പരമാധികാര രാഷ്ട്രമായി മാറി. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച 1956 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആര്? അബ്ദുൾ നാസർ. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൾ നാസർ 1956-ൽ സൂയസ് കനാൽ ദേശസാൽക്കരിച്ചു. ഈ നടപടി ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നിവയുമായി സൂയസ് പ്രതിസന്ധിക്ക് കാരണമായി. സൗരയൂഥം കണ്ടുപിടിച്ചത് ആര്? കോപ്പർനിക്കസ്. നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ. സൂര്യനെ കേന്ദ്രീകരിച്ചുള്ള സൗരയൂഥ മാതൃക ഹീലിയോസെൻട്രിക് മോഡൽ അദ്ദേഹമാണ് ആദ്യമായി അവതരിപ്പിച്ചത്. ഗൗരിഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ്? തെങ്ങ്. ഗൗരിഗാത്രം എന്നത് തെങ്ങിന്റെ ഒരു സങ്കരയിനമാണ്. കാർഷിക ഗവേഷണങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത ഈ ഇനം മികച്ച വിളവ് നൽകാൻ കഴിവുള്ളതാണ്. സൗരോർജ്ജം ഭൂമിയിലെത്തുന്ന രീതി ഏത്? വികിരണം. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വികിരണം, റേഡിയേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയിലെത്തുന്നത്. വൈദ്യുതകാന്തിക തരംഗങ്ങളായി പ്രകാശം ഇത് ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നു. സാമൂതിരിയുടെ നാവികസേനാ മേധാവി ആര്? കുഞ്ഞാലി മരക്കാർ.
കോഴിക്കോട് സാമൂതിരിമാരുടെ നാവികപ്പടയുടെ പാരമ്പര്യമുള്ള മേധാവികളായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാർ. പോർച്ചുഗീസുകാർക്കെതിരെ അവർ ധീരമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്നെൽ ലെൻസ് ചാർട്ട് എന്തു പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു? കാഴ്ചശക്തി. സ്നെൽ ലെൻസ് ചാർട്ട് ഒരു വ്യക്തിയുടെ കാഴ്ചശക്തി അളക്കുന്നതിനുള്ള ഒരു സാധാരണ ഉപകരണമാണ്. വിവിധ വലുപ്പങ്ങളിലുള്ള അക്ഷരങ്ങൾ ഈ ചാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് വായിക്കാനുള്ള ദൂരമനുസരിച്ച് കാഴ്ചയുടെ വ്യക്തത നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. ജലത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? വെനീസ്. കനാലുകളാലും പാലങ്ങളാലും സമ്പന്നമായ ഇറ്റലിയിലെ വെനീസ് നഗരം ജലത്തിന്റെ നഗരം അഥവാ കനാലുകളുടെ നഗരം എന്നറിയപ്പെടുന്നു. ഇതിന്റെ തനതായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഈ പേരിന് കാരണം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആര്? സിസ്റ്റർ രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറലായിരുന്നു സിസ്റ്റർ രാജഗോപാലാചാരി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൽ സജീവ പങ്കാളിയായിരുന്ന അദ്ദേഹം രാജാജി എന്നും അറിയപ്പെട്ടു. ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെട്ട ആദ്യത്തെ മരുന്ന് ഏത്? ആസ്പിരിൻ. വേദനസംഹാരിയും പനി കുറക്കുന്ന മരുന്നുമായ ആസ്പിരിനാണ് ടാബ്ലറ്റ് രൂപത്തിൽ വിപണനം ചെയ്യപ്പെട്ട ആദ്യത്തെ മരുന്ന്. 1897-ൽ ഫെലിക്സ് ഹോഫ്മാനാണ് ഇതിന്റെ രാസഘടന കണ്ടെത്തിയത്. ജലദോഷത്തിന് കാരണമെന്ത്? വൈറസ്. ജലദോഷം പ്രധാനമായും വൈറസ് അണുബാധ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. റൈനോവൈറസുകളാണ് സാധാരണയായി ജലദോഷത്തിന് കാരണമാകുന്നത്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം. കേരളത്തിലെ പ്രമുഖ ഗ്രാമീണ ബാങ്കുകളിലൊന്നായ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന വ്യവസായത്തിന്റെ വികസനത്തിനും പ്രോത്സാഹനത്തിനുമായി പ്രവർത്തിക്കുന്ന സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കുകയും ഗുണമേന്മ ഉറപ്പാക്കുകയും ചെയ്യുന്നതിൽ ബോർഡിന് വലിയ പങ്കുണ്ട്. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആര്? ചീഫ് സെക്രട്ടറി. ഒരു സംസ്ഥാനത്തിന്റെ ഭരണനിർവഹണ തലത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വകുപ്പുകളിലും ഏകോപനം ഉറപ്പാക്കുകയും മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേശകനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ചീഫ് സെക്രട്ടറിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആര്? ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു സർദാർ ബൽദേവ് സിംഗ്. 1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ഈ പദവി വഹിച്ചു. സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകമാണ് എന്ന് പറഞ്ഞതാര്? കീറ്റ്സ്. പ്രമുഖ റൊമാന്റിക് കവിയായ ജോൺ കീറ്റ്സിന്റെ പ്രശസ്തമായ ഉദ്ധരണിയാണിത്. അദ്ദേഹത്തിന്റെ എൻഡിമിയോൺ അൻഡെമിയൻ എന്ന കാവ്യത്തിലെ ആദ്യവരിയാണ് A thing of beauty is a joy forever. സ്വതന്ത്ര വിയറ്റ്നാമിന്റെ ശില്പി ആര്? ഹോ ചി മിൻ. വിയറ്റ്നാം വിപ്ലവ നേതാവും വിയറ്റ്നാമിന്റെ ആദ്യ പ്രസിഡന്റുമായിരുന്ന ഹോ ചി മിനാണ് സ്വതന്ത്ര വിയറ്റ്നാമിന്റെ ശില്പി. ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യമേത്? മെക്സിക്കോ. നോർമൻ ബോർലോഗിന്റെ നേതൃത്വത്തിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മെക്സിക്കോയിലാണ്. പുതിയ ഇനം വിത്തുകളും ആധുനിക കൃഷിരീതികളും ഉപയോഗിച്ച് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമേത്? ഗതികോർജ്ജം. ഒരു വസ്തുവിന്റെ ചലനം കാരണം അതിനുണ്ടാകുന്ന ഊർജ്ജത്തെ ഗതികോർജ്ജം എന്ന് പറയുന്നു. വസ്തുവിന്റെ പിണ്ഡവും വേഗതയും അനുസരിച്ച് ഗതികോർജ്ജം വ്യത്യാസപ്പെടുന്നു. ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷമേത്? 1912. ജവഹർലാൽ നെഹ്റു കേംബ്രിഡ്ജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിയമപരീക്ഷ പാസായി ബാരിസ്റ്ററായി 1912-ൽ ഇന്ത്യയിൽ തിരിച്ചെത്തി. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുത്തു. ചെഗുവേര ജനിച്ച രാജ്യമേത്?
അർജന്റീന. പ്രമുഖ വിപ്ലവകാരിയും രാഷ്ട്രീയക്കാരനുമായിരുന്ന ഏർണസ്റ്റോ ചെ ഗുവേര അർജന്റീനയിലാണ് ജനിച്ചത്. ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. സൈബർ നിയമങ്ങൾ നടപ്പാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? സിംഗപ്പൂർ. സൈബർ കുറ്റകൃത്യങ്ങളെയും വിവര സുരക്ഷയെയും നിയന്ത്രിക്കുന്ന സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യങ്ങളിലൊന്നാണ് സിംഗപ്പൂർ. വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം സൈബർ സുരക്ഷയ്ക്കും അവർ പ്രാധാന്യം നൽകുന്നു. പ്രാചീനകാലത്ത് ബാക്ട്രിയ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏത് രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ. പ്രാചീനകാലത്ത് ബാക്ട്രിയ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം നിലവിൽ മധ്യേഷ്യയിലെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാണ്. പേർഷ്യൻ, ഗ്രീക്ക്, ഇന്ത്യൻ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായിരുന്നു ഈ പ്രദേശം. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ജനകീയ സേന ഏത്? മുക്തിബാഹിനി. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പോരാടിയ ജനകീയ സൈനിക വിഭാഗമായിരുന്നു മുക്തിബാഹിനി. ഇന്ത്യയുടെ പിന്തുണയോടെയാണ് ഇവർ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തത്. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? ആഗമാനന്ദൻ. ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച മാസികയാണ് പ്രബുദ്ധ കേരളം. ശ്രീരാമകൃഷ്ണാശ്രമത്തിന്റെ മുഖപത്രമായിരുന്ന ഇത് കേരളത്തിന്റെ സാംസ്കാരിക, സാമൂഹിക ഉന്നമനത്തിന് വലിയ സംഭാവനകൾ നൽകി. ആരുടെ വസതിയായിരുന്നു സാഹിത്യ കുടീരം? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ സ്മാരകവും അദ്ദേഹം താമസിച്ചിരുന്ന വീടുമാണ് സാഹിത്യ കുടീരം. സാമൂഹിക പരിഷ്കർത്താവും കവിയുമായിരുന്ന കറുപ്പന്റെ ഓർമ്മയ്ക്കായി ഇത് സംരക്ഷിക്കപ്പെടുന്നു. ഏത് തൊഴിലിലാണ് മന്നത്ത് പത്മനാഭൻ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്? അധ്യാപനം. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഒരു അധ്യാപകനായിട്ടാണ്. പിന്നീട് അദ്ദേഹം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ സജീവമായി. എത്ര ദിവസം കൊണ്ടാണ് വി.ടി. ഭട്ടതിരിപ്പാട് യാചന യാത്ര പൂർത്തിയാക്കിയത്? 7 ദിവസം. സാമൂഹിക പരിഷ്കർത്താവും നാടകകൃത്തുമായിരുന്ന വി.ടി. ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ യാചന യാത്ര നടത്തി. ബ്രാഹ്മണ യുവജനങ്ങളെ സംഘടിപ്പിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിരുന്നു ഈ യാത്ര. ചാൾസ് എഡ്വാർഡ് ജീനററ്റ് ഏതു പേരിലാണ് പ്രസിദ്ധനായത്? ലെ കോർബ്യൂസിയർ. പ്രമുഖ വാസ്തുശില്പിയും നഗരാസൂത്രകനുമായിരുന്ന ചാൾസ് എഡ്വാർഡ് ജീനററ്റ് ലെ കോർബ്യൂസിയർ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. ആധുനിക വാസ്തുവിദ്യയുടെ വികാസത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. ചിത്രകൂട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയുടെ നയാഗ്ര എന്ന് അറിയപ്പെടുന്ന ചിത്രകൂട് വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിൽ ഇന്ദ്രാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ഇതിന്റെ വീതി ഏകദേശം 150 മീറ്റർ വരെയാകാറുണ്ട്. ചിക്കൻ ബോക്സിന് കാരണമാകുന്ന രോഗാണു ഏത്? വൈറസ്. വാരിസെല്ല സോസ്റ്റർ വൈറസ്, വാരസെല്ല സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ ബോക്സിന് കാരണമാകുന്നത്. ഇത് ഒരു പകർച്ചവ്യാധിയാണ്. സാധാരണയായി കുട്ടികളിലാണ് കണ്ടുവരുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ആൾക്കുരങ്ങന്മാർ ഏത് ഇനത്തിൽപ്പെട്ടവയാണ്? ഗിബ്ബൺ. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരേയൊരു ആൾക്കുരങ്ങ് ഇനമാണ് ഹൂലോക്ക് ഗിബ്ബൺ. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ വനങ്ങളിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. ഇവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ്. 1956 ഒക്ടോബർ 14 ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ച നേതാവ് ആര്? ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ബി.ആർ. അംബേദ്കർ ജാതി വിവേചനത്തിനെതിരെ പോരാടിയ ഒരു പ്രധാന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. 1956 ഒക്ടോബർ 14 അദ്ദേഹം നാഗ്പൂരിൽ വെച്ച് ആയിരക്കണക്കിന് ദളിത് അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചു. ഒന്നാം കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയായിരുന്നു? 126. 1957-ൽ രൂപീകരിച്ച ഒന്നാം കേരള നിയമസഭയിൽ 126 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഒരു നോമിനേറ്റഡ് അംഗവും ഉണ്ടായിരുന്നു. ഇ.എം.എസ്. നമ്പൂതിരിപ്പാടായിരുന്നു അന്ന് മുഖ്യമന്ത്രി. ചിലപ്പതികാരത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം? കോവലനും കണ്ണകിയും.
സംഘകാലത്തിലെ 5 മഹാകാവ്യങ്ങളിൽ ഒന്നാണ് ചിലപ്പതികാരം. കോവലൻ, കണ്ണകി, മാധവി എന്നിവരുടെ ജീവിതത്തിലൂടെ തമിഴ് സംസ്കാരത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും ഇത് അവതരിപ്പിക്കുന്നു. ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത്? അസ്ഥിമജ്ജയിൽ. ചുവന്ന രക്താണുക്കൾ, എറിത്രോസൈറ്റുകൾ, അസ്ഥിമജ്ജയിൽ, ബോൺ മാരോ ആണ് പ്രധാനമായും ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് ഇവയുടെ പ്രധാന ധർമ്മമാണ്. കടൽവെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? വനേഡിയം. കടൽവെള്ളരിക്ക, സീ ക്യൂക്കമ്പർ പോലുള്ള ചില സമുദ്രജീവികളിൽ വനേഡിയം എന്ന ലോഹം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ലോഹത്തിന് ചില ജൈവപ്രവർത്തനങ്ങളിൽ പ്രാധാന്യമുണ്ട്. ചാൾസ് ഡാർവിന്റെ പര്യവേഷണങ്ങൾക്കുപയോഗിച്ച ആമ ഏത്? ഹാരിയറ്റ്. ചാൾസ് ഡാർവിൻ ഗാലപ്പഗോസ് ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച ആമകളിലൊന്നാണ് ഹാരിയറ്റ്. അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തം രൂപീകരിക്കുന്നതിൽ ഗാലപ്പഗോസ് ആമകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കാർഷിക വിള ഏത്? ഗോതമ്പ്. ഇന്ത്യയിൽ ഹരിതവിപ്ലവം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പ് ഉത്പാദനത്തിലാണ്. പുതിയ വിത്തിനങ്ങളും മെച്ചപ്പെട്ട കൃഷിരീതികളും കാരണം ഗോതമ്പിന്റെ ഉത്പാദനം ഗണ്യമായി വർദ്ധിച്ചു. ചെങ്കടലിനെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കുന്ന തോട് ഏത്? സൂയസ് കനാൽ. സൂയസ് കനാൽ ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിത കനാലാണ്. ഇത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവയ്ക്കിടയിലുള്ള സമുദ്രമാർഗത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ടിപ്പു സുൽത്താൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫ്രഞ്ച് ഭരണാധികാരി ആര്? നെപ്പോളിയൻ. മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിന് ഫ്രഞ്ചുകാരുമായി സഖ്യമുണ്ടാക്കിയിരുന്നു. നെപ്പോളിയൻ ബോണപാർട്ടുമായി അദ്ദേഹം കത്തിടപാടുകൾ നടത്തി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ആര്? ലക്ഷ്മി സൈഗാൾ. 2002 ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ലക്ഷ്മി സൈഗാൾ ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും സുഭാഷ് ചന്ദ്രബോസിന്റെ INA-യിലെ അംഗവുമായിരുന്നു അവർ. ഗുരു നാനാക്കിന്റെ ജീവിത കാലഘട്ടം ഏത്? 1469 മുതൽ 1539 വരെ. സിഖ് മതത്തിന്റെ സ്ഥാപകനായ ഗുരു നാനാക്ക് ദേവ് 1469 മുതൽ 1539 വരെയാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ ഏകദൈവ വിശ്വാസം, സാഹോദര്യം, സമത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകി. ചൗത്ത്, സർദേശ് എന്നീ നികുതികൾ നടപ്പിലാക്കിയ മറാഠ ഭരണാധികാരി ആര്? ശിവാജി. മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവാജിയാണ് ചൗത്ത്, സർദേശ് എന്നീ നികുതികൾ നടപ്പിലാക്കിയത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് പിരിച്ചിരുന്ന ഈ നികുതികൾ മറാഠ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് സഹായിച്ചു. നന്ദൻകാനൻ ബയോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഒഡീഷയിലെ ഭുവനേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന നന്ദൻകാനൻ ബയോളജിക്കൽ പാർക്ക് ഒരു മൃഗശാലയും ബൊട്ടാണിക്കൽ ഉദ്യാനവുമാണ്. വംശനാശഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഏത്? കുട്ടനാട്. കേരളത്തിലെ താഴ്ന്ന പ്രദേശമായ കുട്ടനാട് പമ്പാനദിയുടെ ഫലഭൂയിഷ്ടമായ നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. ഈ കാരണത്താൽ ഇത് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നു. പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പകലയുടെ പ്രധാന കേന്ദ്രം ഏത്? മഹാബലിപുരം. തമിഴ്നാട്ടിലെ മഹാബലിപുരം പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പ കലയുടെ പ്രധാന കേന്ദ്രമായിരുന്നു. ഇവിടുത്തെ ഗുഹാക്ഷേത്രങ്ങളും ശിലാക്ഷേത്രങ്ങളും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. നന്ദാദേവി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന നന്ദാദേവി ദേശീയോദ്യാനം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഹിമാലയൻ മലനിരകളിലെ തനതായ ജൈവവൈവിധ്യത്തിന് ഇത് പേരുകേട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഏത് അവസരത്തിലാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്? ഗാന്ധിജി അന്തരിച്ചപ്പോൾ.
മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യം കടുത്ത ദുഃഖത്തിലായിരുന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ വികാരനിർഭരമായ പ്രസംഗത്തിലെ വാക്കുകളാണിത്. ഗാന്ധിജിയുടെ വേർപാട് രാജ്യത്തിന് വലിയ നഷ്ടമാണെന്ന് ഈ വാക്കുകളിലൂടെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നന്ദവംശത്തിന്റെ ഭരണം അവസാനിപ്പിച്ചത് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. മഗധയിലെ നന്ദവംശത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യസാമ്രാജ്യം സ്ഥാപിച്ചു. ചാണക്യന്റെ സഹായത്തോടെയാണ് ചന്ദ്രഗുപ്തൻ നന്ദന്മാരെ പരാജയപ്പെടുത്തിയത്. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യ എത്ര വരെയാകാം? 500. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു സംസ്ഥാന നിയമസഭയിൽ പരമാവധി 500 അംഗങ്ങളും കുറഞ്ഞത് 60 അംഗങ്ങളുമാകാം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നിശ്ചയിക്കുന്നത്. ആദാമിന്റെ കൊടുമുടി ഏത് രാജ്യത്താണ്? ശ്രീലങ്ക. ശ്രീലങ്കയിലെ ഒരു പുണ്യപർവ്വതമാണ് ആദാമിന്റെ കൊടുമുടി, ആദം എസ് പീക്ക്. ബുദ്ധമതക്കാർ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ഇത് വിശുദ്ധമാണ്. പുന്നയൂർക്കുളം ആരുടെ ജന്മദേശമാണ്? മാധവിക്കുട്ടി. പ്രമുഖ മലയാള എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ജന്മദേശമാണ് തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളം. എന്റെ കഥ എന്ന ആത്മകഥയിലൂടെയും ചെറുകഥകളിലൂടെയും കവിതകളിലൂടെയും അവർ പ്രശസ്തയാണ്. പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഏത്? കാദർ. നദികളുടെ തീരങ്ങളിൽ ഓരോ വർഷവും പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ കാദർ എന്ന് പറയുന്നു. പഴയ എക്കൽ മണ്ണിനെ ബംഗാർ എന്ന് പറയുന്നു. ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏത്? ഡെൻമാർക്ക്. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലങ്ങൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊഴുപ്പ് കൂടുതലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. എന്നാൽ ഇത് പിന്നീട് പിൻവലിക്കുകയുണ്ടായി. ബയോളജിക്കൽ ക്ലോക്ക് എന്തിനുപയോഗിക്കുന്നു? സ്വഭാവ ക്രമീകരണം. ജീവികളുടെ ദൈനംദിന താളങ്ങളെയും ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ആന്തരിക സംവിധാനമാണ് ബയോളജിക്കൽ ക്ലോക്ക്. ഉറക്കം, ഉണരൽ, ഹോർമോൺ ഉത്പാദനം തുടങ്ങിയവയെ ഇത് സ്വാധീനിക്കുന്നു. അവസാനത്തെ ലെനിൻ പീസ് പ്രൈസ് നേടിയത് ആര്? നെൽസൺ മണ്ടേല. സോവിയറ്റ് യൂണിയൻ നൽകിയിരുന്ന ലെനിൻ പീസ് പ്രൈസ് നേടിയ അവസാന വ്യക്തി നെൽസൺ മണ്ടേലയായിരുന്നു. വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിനും സമാധാനപരമായ നിലപാടുകൾക്കും അദ്ദേഹം ലോകമെമ്പാടും ആദരിക്കപ്പെട്ടു. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ആര്? ഗാന്ധിജി. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആയിരിക്കുമ്പോൾ അഹിംസാത്മകമായ പ്രതിരോധത്തെ സൂചിപ്പിക്കാൻ സത്യാഗ്രഹം എന്ന വാക്ക് രൂപപ്പെടുത്തി. സത്യത്തോടും നീതിയോടുമുള്ള ദൃഢമായ നിലപാടിനെ ഇത് പ്രതിനിധീകരിക്കുന്നു. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം? ഗാന. 1957 മാർച്ച് 6 ഗാന ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇത് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാൻ പ്രചോദനമായി. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കൊച്ചിയിൽ പ്രധാനമന്ത്രിയായിരുന്നത്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കൊച്ചി രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ യൂണിയനിലും മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം? സി-ഡാക്ക്, പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറായ പരം 8000 വികസിപ്പിച്ചത് പൂനെ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ്. സ്വാതന്ത്ര്യലബ്ധി വരെ രാജസ്ഥാൻ അറിയപ്പെട്ടിരുന്ന പേര്? രജപുത്താന. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ രാജസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം രജപുത്താന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹിന്ദിയിലെ ആദ്യത്തെ യോഗാത്മക കവി? കബീർ. 15ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഭക്തി കവിയും സന്യാസിയുമായിരുന്നു കബീർ. അദ്ദേഹത്തിന്റെ ദോഹകളും ഭജനകളും ഹിന്ദി സാഹിത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഗാന്ധാരം എന്ന പഴയ നഗരത്തിന്റെ പുതിയ പേര്? കാന്ദഹാർ. കാണ്ഡഹാർ പുരാതന ഗാന്ധാര പ്രദേശത്തിലെ ഒരു പ്രധാന നഗരമായിരുന്നു. ഗാന്ധാരം ഒരു നഗരത്തെക്കാളുപരി ഒരു ഭൂപ്രദേശത്തെയാണ് സൂചിപ്പിച്ചത്.
ഹിന്ദുമതം സ്വീകരിച്ച യവന അംബാസഡർ ഹീലിയോഡോറസ്. BC 2-ാം നൂറ്റാണ്ടിൽ ശുംഗ സാമ്രാജ്യത്തിലെ വിദിഷയിൽ ഒരു ഗ്രീക്ക് അംബാസഡറായിരുന്ന ഹീലിയോഡോറസ് ഭാഗവത ധർമ്മം സ്വീകരിക്കുകയും വിഷ്ണുവിന് സമർപ്പിച്ച് ഒരു തൂൺ സ്ഥാപിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിൽ എവിടെ നിന്നുമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്? ചെങ്കോട്ട. ഓരോ വർഷവും ഓഗസ്റ്റ് 15-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡൽഹിയിലെ ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്ന് ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. മനുഷ്യശരീരത്തിലെ ആന്റികൊയാഗുലന്റ്. ഹെപ്പാരിൻ. ശരീരത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഒരു സ്വാഭാവിക ആന്റികൊയാഗുലന്റാണ് ഹെപ്പാരിൻ. ഇത് പ്രധാനമായും കരളിലും ശ്വാസകോശത്തിലും ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഹാലൈറ്റ് റോക്ക് സാൾട്ട് ഏതിന്റെ അയിരാണ്? സോഡിയം. ഹാലൈറ്റ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് സോഡിയം ക്ലോറൈഡിന്റെ NaCl ധാതുരൂപമാണ്. സോഡിയത്തിന്റെ ഒരു പ്രധാന അയിരാണിത്. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി? സിരിമാവോ ബണ്ടാരനായകെ. 1960-ൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സിരിമാവോ ബണ്ടാരനായകെ ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? ഏലം. അതിന്റെ സുഗന്ധവും രുചിയും ഔഷധഗുണങ്ങളും കാരണം ഏലത്തിനെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത്? വൃക്ക. ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്ന പ്രധാന അവയവമാണ് വൃക്ക. ശരീരത്തിലെ രാസപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. ഗാന്ധിജി നറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം? 1894. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിന് 1894-ൽ മഹാത്മാഗാന്ധി സ്ഥാപിച്ച സംഘടനയാണ് നറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗുഹകളെക്കുറിച്ചുള്ള പഠനം? സ്പീലിയോളജി. ഗുഹകളെക്കുറിച്ചും അവയുടെ രൂപീകരണം, ഘടന, ജീവിവർഗങ്ങൾ എന്നിവയെക്കുറിച്ചുമുള്ള ശാസ്ത്രീയ പഠനമാണ് സ്പീലിയോളജി. സും വംശം ഭരിച്ചിരുന്ന രാജ്യം? ചൈന. ചൈന ഭരിച്ച ഒരു പ്രധാന രാജവംശമാണ് സുൻ രാജവംശം. 9601-279. കല, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതി ഉണ്ടായി. ഗുജറാത്തിൽ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? മൊധേര. ഗുജറാത്തിലെ മൊധേരയിലുള്ള സൂര്യക്ഷേത്രം 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ചാലൂക്യ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളിലൊന്നാണിത്. വിനയപിടകം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ബുദ്ധഭിക്ഷുക്കൾ അനുസരിക്കേണ്ട നിയമങ്ങൾ. ത്രിപിടകങ്ങളിൽ ഒന്നായ വിനയപിടകം ബുദ്ധമത സന്യാസിമാർക്കും സന്യാസിനിമാർക്കും പാലിക്കേണ്ട നിയമങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്നു. നെടിയിരുപ്പ് എന്നറിയപ്പെട്ടിരുന്ന ദേശഘടകം ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരി. കോഴിക്കോട് ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ കുടുംബ പേരായിരുന്നു നെടിയിരുപ്പ് സ്വരൂപം. കേരള ചരിത്രത്തിൽ ഈ ഭരണകൂടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ്? 1968. കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാല 1968-ൽ മലപ്പുറം ജില്ലയിൽ സ്ഥാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്? ആർ. ശങ്കർ, സിസ്റ്റർ അച്യുതമേനോൻ, കെ. നായനാർ. സാധാരണയായി ധനമന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിമാർക്കും ഈ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ച ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണ്? കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ഭരണപരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ കേണൽ മൺറോയാണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കിയത്. ഇത് ആധുനിക ഭരണരീതികൾക്ക് വഴിയൊരുക്കി. മേഘക്കടൽ എവിടെയാണ്? ചന്ദ്രനിൽ.
ചന്ദ്രോപരിതലത്തിലെ ഇരുണ്ട സമതല പ്രദേശങ്ങളെ മേഘക്കടലുകൾ, മയർ എംബ്രിയം, മയർ ട്രാങ്ക്വലിറ്റാറ്റിസ് പോലുള്ളവ എന്ന് വിളിച്ചിരുന്നു. പുരാതന ജ്യോതിശാസ്ത്രജ്ഞർ ഇവയെ യഥാർത്ഥ കടലുകളായി തെറ്റിദ്ധരിച്ചിരുന്നു. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് ആരാണ്? പി. കുഞ്ഞനന്ദൻ നായർ. പ്രശസ്ത മലയാള സാഹിത്യകാരനും നാടകകൃത്തുമായിരുന്നു തിക്കോടിയൻ. അദ്ദേഹത്തിന്റെ ഹാസ്യവും സാമൂഹിക വിമർശനവും നിറഞ്ഞ കൃതികൾ മലയാള സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകി. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡച്ചുകാർ. പോർച്ചുഗീസുകാർക്ക് ശേഷം കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഇവരെ പ്രാദേശികമായി ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നു. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? തലച്ചോറ്. തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും ആവരണം ചെയ്യുന്ന മെനിഞ്ചസ്. മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും ആവരണം ചെയ്യുന്ന മെനിഞ്ചസ് എന്ന പാളികളിലെ അണുബാധയാണ്. ഇത് തലവേദന, പനി, കഴുത്ത് വേദന എന്നിവയ്ക്ക് കാരണമാകും. മെട്രിക് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസിലാണ് മെട്രിക് സമ്പ്രദായം ആദ്യമായി ഔദ്യോഗികമായി നടപ്പിലാക്കിയത്. 1799-ൽ ഫ്രഞ്ച് വിപ്ലവത്തിനു ശേഷമാണ് ഇത് നിലവിൽ വന്നത്. ഗാന്ധിജി പ്രവാസം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം അന്തരിച്ച നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ 1915-ൽ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ അന്തരിച്ചു. ഗോഖലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു മിതവാദി നേതാവായിരുന്നു. അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ്? സബർമതി. ഗുജറാത്തിലെ ഏറ്റവും വലിയ നഗരമായ അഹമ്മദാബാദ് സബർമതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ സബർമതി ആശ്രമം ഇവിടെയാണ്. ലോകത്തിന്റെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്യൂബ. ലോകത്ത് ഏറ്റവുമധികം പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ക്യൂബ. അതുകൊണ്ട് ക്യൂബയെ ലോകത്തിന്റെ പഞ്ചസാരക്കിണ്ണം എന്ന് വിശേഷിപ്പിക്കുന്നു. നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായി സ്ഥാനമേറ്റ സ്ഥലം ഏതാണ്? നോത്രദാം കത്തീഡ്രൽ. 1804 ഡിസംബർ 2 നെപ്പോളിയൻ ബോണപർട്ട് പാരീസിലെ നോത്രദാം കത്തീഡ്രലിൽ വെച്ച് ഫ്രഞ്ച് ചക്രവർത്തിയായി സ്വയം കിരീടമണിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ ഉന്നതിയെ അടയാളപ്പെടുത്തുന്നു. ലോകത്താദ്യമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിച്ച രാജ്യം ഏതാണ്? USA. തൊഴിൽ രഹിതർക്ക് ജോലി കണ്ടെത്താനും തൊഴിലുടമകൾക്ക് ജീവനക്കാരെ കണ്ടെത്താനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ആദ്യമായി ഇത് USAയിലാണ് ആരംഭിച്ചത്. സ്ഥാണുരവിവർമ്മന്റെ 5ാം ഭരണവർഷത്തിൽ അയ്യനടികൾ തിരുവടികൾ നൽകിയ ചെമ്പുഫലകം ഏതാണ്? തരിസാപ്പള്ളി ശാസനം. AD 849-ൽ സ്ഥാണുരവിവർമ്മന്റെ കാലത്ത് വേണാട് രാജാവായ അയ്യനടികൾ തിരുവടികൾ നൽകിയ തരിസാപ്പള്ളി ശാസനം കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയുടെയും വ്യാപാര അവകാശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. സ്ഥിരകാന്തമുണ്ടാക്കാനുപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. അയൺ, അലൂമിനിയം, നിക്കൽ, കോബാൾട്ട് എന്നിവ ചേർന്ന ഒരു ലോഹസങ്കരമാണ് അൽനിക്കോ. ഇതിന് ഉയർന്ന കാന്തികശക്തിയുള്ളതിനാൽ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ജർമ്മൻ ഷെപ്പേർഡ് എന്ന നായയുടെ മറ്റൊരു പേര് എന്താണ്? അൽസേഷൻ. ജർമ്മൻ ഷെപ്പേർഡ് നായയെ ചില രാജ്യങ്ങളിൽ അൽസേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഇത് ബുദ്ധിയും ധൈര്യവുമുള്ള ഒരു ഇനമാണ്. ഗാന്ധിജി പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയ വർഷം ഏതാണ്? 1888. മഹാത്മാഗാന്ധി നിയമപഠനത്തിനായി 1888-ൽ ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു.